കട്ടൻ ചായ 129, ബ്ലാക്ക് ടീ 129. കട്ടൻ ചായ 129 അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലക്ഷ്മി വെൽക്കംസ് യു. നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾക്ക് നന്ദി പറയുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത 2919 പേരോട് ഞാൻ നന്ദി പറയുന്നു. 2919 പേരായി സബ്സ്ക്രിപ്ഷൻ. എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരു ചായ ഉണ്ടാക്കാം. 2 ഗ്ലാസ് ചായയാണ്. ചേരുവകൾ: ഇഞ്ചി, കറുവാപ്പട്ട, ഏലക്ക, മധുരം, തേയില, വെള്ളം. വെൽക്കം ടു കിച്ചൺ. കിച്ചണിലേക്ക് നമ്മളെത്തി. ടീക്ക് വുഡ് പെക്കർ എന്ന കട്ടിംഗ് ബോർഡിൻ്റെ മുകളിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ടീക്ക് വുഡ് പെക്കർ എന്ന് പറയുന്നത് ഒരു കട്ടിംഗ് ബോർഡ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഇത് ആദ്യം നമ്മൾ കാണുന്നത് ലിപ്ടൺ കമ്പനിയുടെ ഡാർജിലിംഗ് എന്ന് പറഞ്ഞ ചായയാണ്, തേയില. ഈ തേയില കോസ്റ്റ്ലിയാണ്, നല്ലതുമാണ്. അടുത്ത് നമ്മൾ കപ്പാണ്, ചായ എടുക്കാനുള്ള കപ്പ്. ഇത് ഏലക്കായും കറുവാപ്പട്ടയും, ഇത് ഇഞ്ചി. അടുത്തത് ഏലക്കായും കറുവാപ്പട്ടയും അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിനകത്ത് ഇടാനായിട്ട്. അടുത്തൊരു ഐറ്റമാണ് ഷുഗർ ഫ്രീ സ്വീറ്റ്നർ, അതായത് പഞ്ചസാര രഹിത മധുരം. നേരത്തെ നമ്മളിതിൻ്റെ പെല്ലറ്റ് അരിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ പൊടി രൂപത്തിലാണ്. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട്. 169 രൂപ ചെറിയ ബോട്ടിലിന് വിലയാണ്. നല്ലതാണ്. അപ്പോൾ അത് നമ്മൾ കപ്പിലെടുത്ത് വെച്ചിട്ടില്ല. അന്നേരം ഓൺ ദ സ്പോട്ട് നമ്മൾ ഇതിലേക്ക് അവരുടെ സ്പൂൺ തന്നിട്ട് ആ സ്പൂൺ കൊണ്ടെടുത്ത് ഇട്ടാൽ മതി. വെള്ളം, ഇത് 2 ഗ്ലാസ് വെള്ളമാണ്. ഇത് അരിക്കാനുള്ള സാധനങ്ങൾ ഫിൽറ്ററിങ് യൂണിറ്റ് എന്ന് സ്പെഷ്യൽ പേരിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഹീറ്ററിന് പുറത്തേക്ക് നമ്മൾ വെള്ളം എടുത്ത് വയ്ക്കുന്നു. അതിനുവേണ്ടി ആദ്യം ഹീറ്റർ ഓൺ ചെയ്തു. ഹീറ്റർ ഓൺ ചെയ്തപ്പോൾ 60 മിനിറ്റ്സ് കാണിക്കുന്നു. നമുക്ക് അതിനകത്ത് 2 മിനിറ്റ് നേരത്തെ സമയം ആവശ്യമുള്ളൂ. വെള്ളം തിളയ്ക്കാൻ ഇപ്പം മുതൽ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയാണ്. 2 മിനിറ്റ് ആകുമ്പോൾ തീരും. അപ്പോൾ ഇത് നമ്മുടെ ഇഞ്ചി ഇട്ടതിന് ശേഷം ഏലക്കായും കറുവാപ്പട്ടയും. സാധാരണ ഇതിട്ട് കഴിഞ്ഞിട്ട് 2 മിനിറ്റ് നേരം ഞാൻ നിങ്ങളോട് സംസാരിക്കാറുണ്ട്. അത് ഞാൻ ഇത്തവണ കട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ സ്കിപ്പ് ചെയ്തിട്ട് പോവുകയാണ്. 2 മിനിറ്റ് നേരത്തെ സ്കിപ്പ് ചെയ്തു. അതുകൊണ്ടാണ് വെള്ളം തിളച്ച് കാണിക്കുന്നത്. നമ്മൾ വിചാരിക്കരുത് അങ്ങ് വെച്ച ഉടനെ ഒന്ന് തിളയ്ക്കുന്നത്. 2 മിനിറ്റ് നിങ്ങളെ ഞാൻ സേവ് ചെയ്ത് തന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇത് തിളച്ച് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ചായപ്പൊടി മീൻസ് തേയില ഇട്ടു. ഞാൻ ഫിൽറ്ററിങ് യൂണിറ്റിലേക്ക് ഇതിനെ ഇടണം. ഷുഗർ ഫ്രീ സ്വീറ്റ്നറിന് ഇടണം. 2 സ്പൂൺ മതി. 2 കുഞ്ഞ് സ്പൂണില്ല, മഞ്ഞ കളറുള്ള സ്പൂണാണ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 1 സ്പൂൺ എടുത്തു, മഗ്ഗിലേക്ക് അതിട്ടു. 2ാമത്തെ സ്പൂൺ എടുത്തു, അതും മഗ്ഗിലേക്ക് ഇടുന്നു. അപ്പോൾ ഇത് നമ്മൾ 2 സ്പൂൺ പഞ്ചസാര ഇട്ടതിന് തുല്യമാണ് ഇതിൻ്റെ മധുരം. ആ പഞ്ചസാരയുടെ ദൂഷ്യവശങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നാളത്തേക്ക് നമുക്ക് പാകത്ത് വെച്ചേക്കാം. അപ്പോൾ ഇത് കുറേ നാൾ ഓടുന്നത്. അപ്പം അടുത്ത് നമ്മൾ ഈ തേയില തിളപ്പിച്ച വെള്ളം, കറുവാപ്പട്ട, ഏലക്ക, ഇഞ്ചിയൊക്കെ ഇട്ട് തിളപ്പിച്ച നല്ല സുഗന്ധമുള്ള ആ തേയില കഴിഞ്ഞിട്ട് ഒഴിക്കുകയാണ്. ആ വെള്ളം കഴിഞ്ഞിട്ട് ഒഴിക്കുകയാണ് ഇതിനകത്തോട്ട്. ഫിൽറ്റർ ചെയ്തെടുക്കണം. ഫിൽറ്ററിങ് യൂണിറ്റ്, അതായത് 3 കൈ നമ്മൾ ഉപയോഗിക്കുന്നതിന് പകരം 2 കൈ ഉപയോഗിച്ചുള്ള പരിപാടിയാണ്. ക്യാമറയ്ക്ക് നമ്മൾ സ്റ്റാൻഡ് ഉപയോഗിക്കുന്നില്ല. സ്റ്റാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഫോക്കസിങ്ങിന് നമ്മൾ പല സ്ഥലത്തല്ലേ നമ്മൾ ഓരോന്നോരോന്ന് എടുക്കാനായിട്ട് കൈ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഫോക്കസ് ചെയ്യാനും പറ്റിയില്ല. അതുകൊണ്ടാണ് ഈ സിസ്റ്റം ഞാൻ കണ്ടുപിടിച്ചത്. അടുത്തായിട്ട് നമ്മളിതിങ്ങനെ ഇടയ്ക്ക് അതിൻ്റെ കളറ് 5 മിനിറ്റ് ഇരുന്നതിൻ്റെ കളറാണ്, ഹാർഡ് കളറാണ്. ലൈറ്റ്, മീഡിയം, ഹാർഡ് എന്ന് പറഞ്ഞിട്ട് 3 സൈസ് കളറുകൾ 3 സമയം 2 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്. നമ്മൾ അരിച്ചതിന് ശേഷം കപ്പിലേക്ക് പകർന്നു. ഇത് വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട ഒരു പണിയാണ്. അത് കപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോ ഔട്ട് ഓഫ് ഫോക്കസ് ആവും. ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞാൽ കപ്പിൽ നിന്ന് ചായ തെറിച്ച് പോകും. ഇപ്പോൾ ഒരു വിധത്തിൽ ഒപ്പിക്കുന്നതാണ് ആ സീൻ. ഇത് നമ്മൾ മേശപ്പുറത്ത് കൊണ്ട് വെച്ചതിന് ശേഷം വളരെ ആദരവോടുകൂടി തന്നെ ബൈബിൾ എടുത്തു വന്നു. ബൈബിൾ ഒരു വിശുദ്ധ ഗ്രന്ഥമാണ്. വിശുദ്ധ ഗ്രന്ഥങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ആദരവ്, ബഹുമാനം, ഭക്തി ഇവയെല്ലാം വേണം. നമുക്ക് ഇതിനകത്ത് വചനം വായിക്കുന്നതിന് വേണ്ടി വചനം നമുക്ക് കിട്ടുന്നത് ഫാദർ മാത്യു വയലാമണ്ണിൽ അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം എല്ലാ ദിവസവും രാവിലെ 5:30 രാവിലെ 5:30. അപ്പോൾ അത് നമ്മൾ കേട്ടതിന് ശേഷം അതിലൊന്ന് എടുക്കുന്നതാണ്. എൻ്റെ ഒരു ഷോർട്ട് ഫിലിം കൊണ്ട് ഈ വലിയ ഫിലിമും. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇതിനകത്ത് വചനം തരുന്നത് അച്ഛൻ്റെ ആ പ്രസംഗത്തിനനുസരിച്ചാണ്. അപ്പോൾ ഇന്ന് 2 ഭാഗത്തുനിന്ന് സംസാരിച്ചായിരുന്നു. പുറപ്പാടെന്ന് പറയുന്നതിൽ 2 പേജുകളിൽ
35, 30, 31, 17, 9, 10, 11, 12 വായിച്ചത്. പുറപ്പാടിൻ്റെ പുസ്തകം ഞാനത് വായിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം അധ്യായം 17. അപ്പോൾ മോശ ജോഷയോട് പറഞ്ഞു, ആളുകളെ തിരഞ്ഞെടുത്ത് അമലോക്യരുമായി യുദ്ധത്തിന് പുറപ്പെടുക. ഞാൻ നാളെ ദൈവത്തിൻ്റെ വടി കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും. മോശ പറഞ്ഞതനുസരിച്ച് ജോഷുവ അമലേക്കരുമായി യുദ്ധം ചെയ്തു. മോശ, അഹ്റോൻ, ഹൂർ എന്നിവർ മലമുകളിൽ കയറിയിരുന്നു. മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇരുന്നപ്പോഴെല്ലാം ഇസ്രയേൽ വിജയിച്ചുകൊണ്ടിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലോക്യർക്കായിരുന്നു വിജയം. മോശയുടെ കൈകൾ കുഴഞ്ഞു. അപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു. മോശ അതിന്മേൽ ഇരുന്നു. അഹ്റോനും ഹൂറും അവൻ്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുവശങ്ങളിൽ നിന്നു. സൂര്യാസ്തമയം വരെ അവർ അവൻ്റെ കൈകൾ ഉയർന്നു തന്നെ നിന്നു. പുറപ്പാടിൻ്റെ പുസ്തകം അധ്യായം 35. മോശ ഇസ്രയേൽ ജനത്തോട് പറഞ്ഞു, യൂദാ ഗോത്രത്തിലെ ഹൂറിൻ്റെ പുത്രനായ ഊറിയുടെ മകൻ ബെസലേലിനെ കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. അവിടുന്ന് അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു. സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും നൽകി അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഹൂർ എന്ന് പറയുന്ന ആളിൻ്റെ പ്രാർത്ഥന സഹായത്തിൽ ചെയ്തതിനുള്ള പ്രതിഫലം കിട്ടിയതിനെ പറ്റിയാണത്. കർത്താവ് വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം. ശുഭം.